ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ല അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു. രാവിലെ എല്ലാവരും തിരക്കുകളൊക്കെ കഴിഞ്ഞോ? ഞാനും എന്നും രാവിലത്തെ പോലെയുള്ള തിരക്കുകൾ. രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ കുറച്ച് പച്ചക്കറി കിറ്റി കിടന്ന പച്ചക്കറി എല്ലാം കൂടെ ഇട്ട് സാമ്പാറിന് തട്ടിക്കൂട്ടി. ഇപ്പോൾ രാവിലെ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ ദോശയായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് ദോശ ചുട്ടെടുക്കുകയാണ്. എല്ലാവർക്കും ചൂടോടെ വേണം ഇവിടെ. ഇപ്പോൾ കുട്ടികളൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ ഒരു ജോലി കഴിയുമ്പം നമ്മൾ അടുത്ത തിരക്കിലോട്ട് പോകും. പിന്നെ എല്ലാവരും രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ദോശ പിന്നെ അച്ഛൻ കഴിക്കത്തില്ല. അച്ഛന് പുളിയുള്ള ദോശയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് സെപ്പറേറ്റ് ആട്ട കുഴച്ചിട്ട് അതിന് എണ്ണ പുരട്ടാത്ത റൊട്ടി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കൂടെ കറി എന്ന് പറയുന്നത് സാമ്പാർ. അങ്ങനെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. പിന്നെ പച്ചക്കറി കെറ്റി കിടന്ന വെണ്ടയ്ക്ക എല്ലാം കൂടെ മെഴുക്ക് പുരട്ടാൻ അരിഞ്ഞു വെച്ചു. ഇതെല്ലാം വെളുപ്പിനെ എഴുന്നേറ്റുള്ള പരിപാടികളാണ്. പിന്നെ അതിൽ കിടന്ന കുമ്പളങ്ങ ഇട്ട് ഒരു പച്ചടിയാക്കി. നമ്മുടെ നാടൻ വെണ്ടയ്ക്ക അത് മെഴുക്ക് പുരട്ടിയുമാക്കി. ഇത് വെറും 2 മിനിറ്റത്തെ വീഡിയോയേ ഉള്ളെങ്കിലും ഇത് ഇത്ര ചെയ്തെടുക്കാനെ കൊണ്ട് ഒരുപാട് സമയം പിടിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ കുറച്ച് കൊച്ചുമത്തി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ തിളച്ച് വരും, അത് കൂട്ടണം. പിന്നെ ഒരുപാട് പണികളൊക്കെ ഇടയ്ക്ക് കാണും. ചായ അനത്തി എല്ലാവർക്കും കൊടുക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റാൽ മതി, ഏകദേശം നമുക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കറികളൊക്കെയാണ് ഇതൊക്കെ. ഇനി ഇതൊന്നും കഴിഞ്ഞില്ല. ഇനിയും വീടെല്ലാം ക്ലീൻ ചെയ്യാൻ, തൂത്തുവാരാൻ, കുട്ടികളുടെ എല്ലാം തുണി നനയ്ക്കാൻ, പിന്നെ കടയിലൊക്കെ പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അടുക്കളയിലെ ജോലി ഏകദേശം തീർന്നു. പിന്നെ രാവിലെ കുഞ്ഞിപ്പെണ്ണിനെ വിടാൻ സ്കൂളിൽ പോവാം. ഇനി പോകുന്ന വഴിക്ക് കറണ്ട് ബില്ലടയ്ക്കണം. 2 കറണ്ട് ബില്ലടയ്ക്കണം. പിന്നെ കടയിൽ പോകണം. കുഞ്ഞപ്പം നീ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പ്ലാനാന്ന് തോന്നുന്നു. ഞാൻ കൊച്ചിനെ സ്കൂളിൽ വിട്ടു വരും, കറണ്ട് ബില്ലടച്ചിട്ട് വരും. അതുവരെ ഇവിടെ നീര് നോക്കിക്കോട്ടെ, ഉറങ്ങിയേക്കട്ടെ, ഇതിരുന്ന് നോക്കിക്കോട്ടെ.